ഹായ്. പി ഇ റേഷ്യോനെ പറ്റിയുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത്. കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോയിൽ. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നോർമലി പി ഇ റേഷ്യോനെ പറ്റി മനസ്സിലാക്കുന്നത് ചാർട്ട് മുകളിലേക്ക് പോയാൽ പി ഇ റേഷ്യോ കൂടും, ചാർട്ട് താഴേക്ക് വന്നാൽ, അതായത് പ്രൈസ് താഴേക്ക് വന്നാൽ പി ഇ റേഷ്യോ കുറയും. അത് മാറ്റിയിട്ട് നമുക്ക് അതിൻ്റെ ഡിനോമിനേറ്ററിൽ വരുന്ന പ്രോഫിറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മളൊരു ഇൻവെസ്റ്റർ എന്ന രീതിയിൽ നമുക്ക് കമ്പനികളുടെ പ്രോഫിറ്റ് ആണ് നമുക്ക്, അല്ലെ കമ്പനിയുടെ ഗ്രോത്ത് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലെ അതിനനുസരിച്ചാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റിൽ ഡിഫറൻസ് വരുന്നതിനനുസരിച്ചിട്ട് ഈ പി റേഷ്യോനെ എങ്ങനെ മനസ്സിലാക്കാമെന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ നോക്കിയത്. പ്രോഫിറ്റ് കൂടിയാൽ കമ്പനിയുടെ പി റേഷ്യോ കുറയും. അതായത് ഡിനോമിനേറ്റർ മാർക്കറ്റ് ക്യാപ്പ്, കമ്പനി വില ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ്. ആ പ്രോഫിറ്റ് കൂടിയാൽ പി റേഷ്യോ കുറയും, പ്രോഫിറ്റ് കുറഞ്ഞാൽ പി റേഷ്യോ കൂടും. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനികളുടെ പി റേഷ്യോ കുറയുമെന്നും അത്ര നന്നായി പെർഫോം ചെയ്യാത്ത കമ്പനികളുടെ പി റേഷ്യോ കൂടും എന്നുമാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത്. അതായത് പ്രൈസ് ഒരിടത്ത് നിൽക്കുവാണെങ്കിൽ തന്നെ, മാർക്കറ്റ് ക്യാപ്പിൽ ഡിഫറൻസ് വരുന്നില്ലെങ്കിൽ പോലും കമ്പനിയുടെ പ്രോഫിറ്റ് കുറയോ കൂടുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പി റേഷ്യോയിൽ ആ രീതിയിലുള്ള ഡിഫറൻസ് വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. കമ്പനിയുടെ വാല്യുവേഷൻ കൂടും അല്ലെ കുറയും എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത്. നോർമലി നമ്മളിപ്പോൾ പി റേഷ്യോനെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ നോക്കുന്നത്? അതായത് കമ്പനിയുടെ ചാർട്ടിൽ വില കൂടിയാൽ പി റേഷ്യോ കൂടും. സോ അതുകൊണ്ട് നമുക്ക് എന്ത് രീതിയിലാണ്, അത് നമ്മളെ ഏത് രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? സോ ആ ഒരു കാര്യം നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല. കാരണം കമ്പനിയുടെ വില കൂടിയാൽ പി റേഷ്യോ കൂടുന്നു എന്നറിഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഡിസിഷൻസ് ഒന്നും മേക്ക് ചെയ്യാൻ പറ്റില്ല. ആകെപ്പാടെ നമുക്ക് അതുകൊണ്ട് എടുക്കാൻ പറ്റുന്ന ഡിസിഷൻ എന്ന് വെച്ചാൽ പി റേഷ്യോ കൂടുതലാണ്, സോ അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ സ്റ്റോക്കിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ പുറത്തിറങ്ങാം എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ ആ രീതിയിലല്ല എക്സിറ്റ് ചെയ്യാറെങ്കിൽ പോലും ഒരുപാട് ആളുകളും കമ്പനി എക്സ്പെൻസീവ് ആയി എന്ന് പറഞ്ഞു വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ റേഷ്യോന് യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ നോക്കിയാൽ. സോ അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇതിനെ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നല്ലൊരു എൻട്രി എടുക്കാനായിട്ട് ഇതെങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് നമ്മൾ പറയുന്നത്. അതിനായിട്ട് ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. നിങ്ങൾ അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് മനസ്സിൽ വരുന്ന ആൻസർ എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. അതായത് എക്സാമ്പിൾ എത്രേ ഉള്ളൂ, ഒരു കമ്പനി കഴിഞ്ഞൊരു 3 വർഷം മുമ്പ് അതിൻ്റെ ഷെയർ പ്രൈസ് കൂടി ഒരു 100 രൂപയിലെത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ പി റേഷ്യോ 30 ആണ്. 100 രൂപയാണ് അന്നത്തെ സ്റ്റോക്കിൻ്റെ വാല്യൂ, അപ്പോഴത്തെ പി റേഷ്യോ 30 ആണ്. അവിടെ നിന്ന് ആ കമ്പനി 3 വർഷമായിട്ട് സൈഡ് വേസ് ആണ്. ഒരു 95, 100, 105 ആ ഒരു രീതിയിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന 3 വർഷമായിട്ട്. സോ ഇങ്ങനെ നിൽക്കുന്ന കമ്പനിയുടെ പി റേഷ്യോ ഇപ്പോൾ അത് 30 തന്നെയായിരിക്കും, അതോ അതിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വരാൻ സാധ്യതയുണ്ടോ? നിങ്ങൾക്ക് എന്താണ് അതിനകത്ത് തോന്നുന്നത്? സോ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് മനസ്സിൽ വരുന്ന ആൻസറാണ് അറിയേണ്ടത്. ചാർട്ട് അത് തന്നെയാണ്. കമ്പനി 3 വർഷമായിട്ട് അതേ ലെവലിൽ തന്നെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പി റേഷ്യോ കൂടുകയോ കുറയുമോ? സോ അതിൽ വേരിയേഷൻ വരും എന്നാണ് നിങ്ങളുടെ ആൻസർ എങ്കിൽ നിങ്ങൾ എത്തേക്ക് ചെയ്യുന്ന റൈറ്റ് ആയിട്ടാണ്. ഇൻ കേസ് നിങ്ങൾക്ക് അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഇത് കൂടാനോ അല്ലെങ്കിൽ അതുപോലെ 30 തന്നെ നിൽക്കാനുള്ള സാധ്യത എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിങ്കിങ്ങിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തേണ്ടതുണ്ട്. കാരണം ഈ 3 വർഷത്തിൽ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് അവിടെ തന്നെ നിൽക്കുന്നു, താഴെയുള്ള ഡിനോമിനേറ്റർ അതായത് കമ്പനിയുടെ പ്രോഫിറ്റിൽ വ്യത്യാസം വന്നാൽ ഈ കമ്പനിയുടെ പി റേഷ്യോയിൽ ഡിഫറൻസ് വരാം. ഇപ്പം അന്ന് ഈ കമ്പനിയുടെ പി റേഷ്യോ 30 ആണ്. അതിൽ നിന്നിട്ട് ഈ 3 വർഷം കൊണ്ട് കമ്പനി പ്രോഫിറ്റ് ഡബിൾ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പം മാർക്കറ്റ് ക്യാപ്പ് ഡിവൈഡ് ബൈ പ്രോഫിറ്റ് എന്നുള്ളതിൽ പ്രോഫിറ്റ് ഡബിൾ ചെയ്തു. അന്ന് 10 കോടിയായിരുന്നെങ്കിൽ ഇപ്പോൾ 20 കോടിയായെന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണ് മാർക്കറ്റ് ക്യാപ്പ് ഡിവൈഡ് ബൈ 10 കോടി എന്ന് പറയുന്നതാണ് 30 പി. ഇപ്പോൾ 10 കോടി 20ആയി. സോ ഈ പി റേഷ്യോ 30 എന്നുള്ള 15 ആയിട്ട് മാറും. അതായത് പ്രോഫിറ്റ് ഡബിൾ ചെയ്തപ്പോൾ ഈ കമ്പനിയുടെ പി റേഷ്യോ കുറഞ്ഞു. സെയിം ടൈമിൽ ഈ കമ്പനി നന്നായിട്ട് പെർഫോം ചെയ്തില്ല. ഇവരുടെ പി റേഷ്യോ, ഇവരുടെ പ്രോഫിറ്റ് 10ൽ നിന്ന് 5ലേക്ക് കുറഞ്ഞു പോയി എന്ന് വിചാരിക്കുക. പ്രോഫിറ്റ് ഹാഫ് ആയെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് ഡിവൈഡ് ബൈ 5 എന്ന് പറയുന്നത് 30 പകരം അത് 60 മാറും. അതായത് പി റേഷ്യോ കൂടും. നന്നായിട്ട് പ്രോഫിറ്റ് കൂട്ടിയാൽ അവരുടെ പി റേഷ്യോ കുറയുകയും, നന്നായിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നില്ല, മോശമായിട്ട് പെർഫോം ചെയ്താൽ പി റേഷ്യോ കൂടുകയും ചെയ്യും. ഒരേ സ്ഥലത്ത് തന്നെ ചാർട്ട് റിമെയിൻ ചെയ്താലും അതേ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ കമ്പനി കൂടുതൽ എക്സ്പെൻസീവും കൂടുതൽ ചീപ്പും ആകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇവിടെ ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ എടുത്ത് നോക്കുക. എന്താണ് നമ്മൾ പറഞ്ഞത്? 30 പി, 40 പി, 50 പി എന്നൊക്കെ പറഞ്ഞാൽ 1 രൂപ ലാഭം ഉണ്ടാക്കുന്ന കമ്പനി നമുക്ക് 30 രൂപ എടുത്താൽ കിട്ടും, അല്ലെ 1 രൂപ ലാഭം ഉണ്ടാക്കുന്ന കമ്പനി നമുക്ക് 50 രൂപ എടുത്താൽ കിട്ടും. സോ ഇതിൽ ഏത് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്ക് കൺഫ്യൂഷൻ ഇല്ല, 30 ഉള്ളതാണെന്ന് നമ്മൾ പറയും. സോ അവിടെയാണ് നമ്മളിവിടെ ഈ കമ്പനി ഒന്ന് എക്സാമ്പിളായിട്ട് നോക്കിയാൽ, ഇത് കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഇതിൻ്റെ പി 30ൽ നിന്ന് 15ലേക്ക് കുറഞ്ഞിട്ടുണ്ട്. ഷെയർ പ്രൈസ് അവിടെ തന്നെ നിൽക്കുകയാണ്. സോ അപ്പോൾ ഈ കമ്പനിയിൽ ഡിമാൻഡ് കൂടും. എന്തുകൊണ്ടാണ്? കാരണം ഇത് കുറഞ്ഞ വിലയ്ക്ക് 15 രൂപ കൊടുത്താൽ ഇപ്പോൾ 1 രൂപ ലാഭം ഉണ്ടാകുന്നൊരു കമ്പനി നമുക്ക് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് ഇവിടെ ആൾക്കാർ എന്താ ചെയ്യുക? ഈ കമ്പനിക്ക് ഡിമാൻഡ് കൂടും. 15 രൂപയിൽ ഇത് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, ഇത് ബൈ ചെയ്യാൻ റെഡിയാവും. സോ അപ്പോൾ ഈ കമ്പനിയുടെ പ്രൈസ് മുകളിലേക്ക് പോകും. അവിടുന്ന് വീണ്ടും ഈ കമ്പനി മുകളിലേക്ക് പോയി ചിലപ്പോൾ 30ലേക്ക് പിയിലേക്ക് എത്തുന്നിരിക്കും. അത് മീൻസ് അത് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് ഡബിൾ ആവും.
15 പിയിൽ നിന്ന് 30 പിയിലേക്ക് എത്തണമെങ്കിൽ അത് ഡബിൾ ആയേ പറ്റൂ. സോ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ പ്രോഫിറ്റ് കൂടിയപ്പോൾ ഈ മാർക്കറ്റ് ക്യാപ്പ് ഡബിൾ ആയി. അതായത് കമ്പനി നല്ല റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. സോ നമ്മളിവിടെ നോർമലി മനസ്സിലാക്കുന്നത് എന്താണ്, പി ചാർട്ടിൽ പ്രൈസ് കൂടുമ്പോഴത്തേന് പി റേഷ്യോ കൂടുന്നു എന്നാണ്. അതിന് മുമ്പിലത്തെ പോയിന്റാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പി റേഷ്യോ കുറയാനുള്ള കാരണം, അതായത് പ്രോഫിറ്റ് കൂടിയപ്പം ഈ 30 പി ഉള്ള കമ്പനി 15 പിയിലേക്ക് മാറി. ആ സമയത്ത് ഇതിൻ്റെ ഡിമാൻഡ്, സോ അത് കുറച്ചുകൂടെ നല്ല വാല്യുവേഷൻ എത്തിയപ്പോൾ അതിൻ്റെ ഡിമാൻഡ് കൂടി. അതിനനുസരിച്ചിട്ടാണ് കമ്പനി മൂവ് ചെയ്തത്. അപ്പോഴാണ് അതിൻ്റെ പി റേഷ്യോ കൂടിയത്. മനസ്സിലാവുന്നത്. അതായത് പ്രോഫിറ്റ് ആണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ്. അതായത് കമ്പനിയുടെ ഗ്രോത്ത് ആണ് നമുക്ക് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. ഗ്രോത്ത് കൂടിയാൽ ഓട്ടോമാറ്റിക്കലി കമ്പനിയുടെ വാല്യുവേഷനിൽ കുറവ് വരും. അത് പ്രോഫിറ്റ് ഗ്രോത്ത് കൂടിയാൽ, സെയിൽസ് ഗ്രോത്ത് കൂടുക, അതിൻ്റെ കൂടുതൽ പ്രോഫിറ്റ് ഗ്രോത്ത് കൂടെ കൂടിക്കഴിഞ്ഞാൽ വാല്യുവേഷൻ നന്നായിട്ട് കുറയും. അപ്പോൾ അതിന് ഡിമാൻഡ് വരികയും സ്റ്റോക്ക് പ്രൈസ് മൂവ് ചെയ്യുകയും ചെയ്യും. ആ സമയത്താണ് ഇതിൻ്റെ പി റേഷ്യോ എക്സ്പാൻഷൻ നമുക്ക് നടക്കുന്നത്. സോ അതിന് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയാലേ ഉള്ളൂ, പ്രോഫിറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കിയാലേ ഉള്ളൂ നമുക്കതിനെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കമ്പനികളുടെ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറയാം. ഈ കാര്യം ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ പ്രോഫിറ്റ് ഗ്രോത്തും അതേപോലെ തന്നെ ഈ പി റേഷ്യോ തമ്മിലുള്ള കണക്ഷൻ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ നമുക്ക് കുറച്ച് സെയിൽസ് ഗ്രോത്തുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് സെയിൽസ് ഗ്രോത്തും കമ്പനികളുടെ ചാർട്ടിൽ പ്രൈസ് പെർഫോമൻസ് കൂടെ നമുക്ക് നോക്കാം. അതായത് സെയിൽസ് കൂടിയാൽ പി റേഷ്യോ കൂടും, അല്ലെങ്കിൽ നമുക്ക് നല്ല റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. സോ അത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് കമ്പനികൾ നമുക്ക് എക്സാമ്പിളായിട്ട് എടുത്തിട്ട് നമുക്ക് റിയൽ ടൈമിലാവുന്ന ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ വലിയ കമ്പനികളുണ്ടാവും, ചെറിയ കമ്പനികളുണ്ടാവും. സ്വാഭാവികമായിട്ടും ചെറിയ കമ്പനികളിലായിരിക്കും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകാൻ സാധ്യത. സോ നമുക്ക് എന്തായാലും ഞാനിപ്പോൾ അതിൽ സ്ക്രീൻ ഷെയർ ചെയ്യുക. അതിൽ നമുക്ക് കൂടുതലായിട്ട് അങ്ങനത്തെ ഈ സെയിൽസ് ഗ്രോത്തും അതിൻ്റെ കമ്പനിയുടെ പ്രൈസ് മൂവ്മെൻറ്റിൽ വരുന്ന ഡിഫറൻസും നമുക്കൊന്ന് നോക്കാം.